വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ താണ്ട ഒരു ഗെയിമിംഗ് പി സിയിൽ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അടുത്തുള്ള ദിവാകരൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ദിവാകരൻ ചേട്ടൻ വിളിക്കുന്നത്. സംഭവം ദിവാകരൻ ചേട്ടൻ അവിടെ ഇല്ല. നമ്മൾ പക്ഷേ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വണ്ടി കൊടുത്തായിരുന്നു, ഒരു ക്യാരവൻ. നമ്മൾ പുതിയ ഒരു ക്യാരവൻ, ഒരു വാൻ നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ കൊടുത്തപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് പണിതിറക്കി, ഫുള്ള് യൂട്യൂബ് വാനാക്കി മാറ്റി. അപ്പോൾ നമ്മളിപ്പോൾ അവിടോട്ട് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ താണ്ടേ, അയ്യോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് തിരിച്ചാ. അതുകൊണ്ട് അവിടെ കിടക്കുന്ന ആ ഷെഡിനകത്തുണ്ട്. അപ്പോൾ പണിയൊക്കെ തീർന്ന് പണിക്കാരൊക്കെ ഉണ്ണാൻ പോയിട്ടുണ്ട്. വണ്ടി വരെ താക്കോലൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് വണ്ടി എടുത്തോണ്ട് നമുക്ക് വണ്ടി കുറച്ചൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്നിട്ട് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ദിവാകരനായിട്ട് ഇടിച്ച് ശരിയാക്കും. നോക്കിക്കോ, ഈ CPM എന്ന് പറയുന്ന ഗെയിം ഉണ്ടല്ലോ ഗൈസ്, ഫുൾ ബഗ്സാണ്. ബഗ്ഗെന്ന് വെച്ചാൽ ഇത്രയും ബഗ്ഗുണ്ടോ? എന്തൊക്കെ ബഗ്ഗാണ് ഇതിനകത്ത്. ഈ ബഗ്ഗൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശരിയായി വരുമെന്ന് വിചാരിക്കുമ്പോൾ ശരിയാവത്തുമില്ല. ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാം, നോക്കിയാൽ ഷെഡിനകത്ത് ചിലക്ക് ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ കാണാം, നമ്മൾ പോലീസ് യൂണിഫോമിലാണ് നിൽക്കുന്നത്, നമ്മൾ പോലീസുകാരനാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ദിവാകരൻ ചേട്ടന് വല്ല ഇടി കൊടുക്കണമെങ്കിൽ ഇവിടെ വരാം. അതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ ഓണാക്കിയിട്ടിട്ടാണല്ലോ പോയേക്കുന്നത്. നമുക്ക് ശരിയാക്കി കൊടുക്കാം. പൈസ ഇങ്ങോട്ട് മേടിക്കും. ബാറ്ററി ഡൗൺ ആയി പോയാലോ, നോക്കിക്കോ. നമ്മുടെ ഗ്ലാസ്സിന് ഞാൻ പറഞ്ഞില്ല, ഫ്രീ ആയിട്ട് ഇതായിരിക്കും ചെയ്തതെന്ന്. നിഞ്ച സ്റ്റിക്കർ അടിച്ച് വെക്കുന്നത്. അതാണ് D സ്ക്വയർ ബ്രദേഴ്സ് വൈറ്റി. നമ്മുടെ ചാനലിൻ്റെ നെയിം സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ഉണ്ട്. ഇല്ല, ഫ്രണ്ടിലില്ല, സൈഡിലും ബാക്കിലും രണ്ട് സൈഡിലും ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, രണ്ട് സൈഡിലും മെത്തഡുണ്ട്. അപ്പം എന്നാണ്ട് നമുക്കൊന്ന് വണ്ടി ഒന്ന് കയറി ഓടിച്ച് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയിരുന്നല്ലോ വണ്ടി, കുഴപ്പമൊന്നുമില്ല. എന്തായാലും പോകാൻ വല്ല പരിശോധനയുടെ ഭാഗമായിട്ടായിരിക്കും സ്റ്റാർട്ടാക്കി. പുതിയ 2 അലോയൊക്കെ ഇട്ടിട്ടുണ്ട്. റെഡ് കളർ 4 അലോയും പുതിയ പുത്തൻ ഓഫ് റോഡ് ടയേഴ്സും ഇട്ടേക്കുന്നത്. മെഴ്സിഡീസ് ബെൻസിലെ കിടു സാധനം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ നമ്മുടെ കാർ കളക്ഷൻ ആയിരിക്കും. ഇത് കണ്ടോ ഹോണ്, ഇത് ഒരു ബഗ്ഗാണ്. ഹോൺ അടിച്ചാൽ ഹോണ് വരത്തില്ല, ലൈറ്റ് മാത്രം കത്തി കിടക്കും. നമുക്കിനി ഇവിടെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വണ്ടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫുള്ളൊന്ന് പരിശോധിച്ച് നോക്കാം വണ്ടി. ഇത് ഡോറൊക്കെ തുറക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ അതാണ്ട് നിർത്തിയിട്ടിട്ട് നമുക്ക് ഡോറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഡോറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഡോറ് തുറന്നില്ലേ? തുറന്നു. അതാണ്ട് ഇത് ഈ ഡോറായിരുന്നു. തുറന്നിട്ടുണ്ട്. നമുക്ക് എൻജിനും ബൂട്ടും തുറക്കാം. ഓക്കെ, അതുകൊണ്ട് എൻജിൻ തുറന്ന് ബാക്ക് ഡിക്കിന്ന് കൂടി തുറന്ന് ഇനി കയറാൻ പറ്റില്ല. പൈസ ഉണ്ട്, നല്ല കുഴപ്പം. ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്ന് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണ് വീഡിയോ കാണുന്ന ആരും ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും സൈഡിൽ ഇരിക്കുന്ന ലൈക്ക് ബട്ടണൊന്നും അടിച്ചേ, ഇച്ചിരി പവറാവട്ടെ. എന്നിട്ട് അടിച്ചേറി വാങ്ങി വേണ്ട. അപ്പം നമ്മുടെ വണ്ടി കയറി ഡോറടയ്ക്കാൻ വണ്ടി കയറണം. ബോണച്ചൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ, ഡോറടച്ചിട്ട് നമുക്കൊന്ന് വണ്ടി എടുത്ത് പോവാം. നിങ്ങൾക്ക് അറിയാമെന്നറിയാം, നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം. നമ്മൾ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു സ്ഥലത്ത് പോകും. ആ സ്ഥലം ഇവിടെ അടുത്താണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ അടുത്താണ്. നമ്മൾ ഏത് വണ്ടി എടുത്താലും നമ്മളവിടെ പോകുന്നത്. പിന്നെ നമ്മുടെ പുതിയ കാറൊക്കെ നമ്മുടെ കളക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലാംബോ ആഡ് ചെയ്ത്, പിന്നെ നമ്മുടെ മസ്താങ് ആഡ് ചെയ്ത്, പിന്നെ ഡോഡ്ജ് ഒരു പോലീസ് കാർ ആഡ് ചെയ്ത്, അങ്ങനെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി മാറ്റം. നമ്മൾ പഴയ ലാൻഡ് ക്രൂസർ എടുക്കുന്നതിന് ഡെലിവറി എടുത്തിട്ട് ഇങ്ങോട്ടാണ് വന്നത്. ആ വീഡിയോ കാണാൻ പറയാം എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വേൾഡ് സെയിലാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ വാനും വെച്ച് നമ്മുടെ ഒരു പബ്ലിക് റൂമിൽ കയറും ഗൈസ്. അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇനി ചിലപ്പോൾ നമ്മുടെ കാർ കളക്ഷൻ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നത്. ഞാൻ മാക്സിമം നേരത്തെ ഇടാൻ നോക്കാം ഗൈസ്. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് മാത്രമാണ് ലേറ്റ് ആവുന്ന വീഡിയോ ഇടാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടി വീടോട്ട് അങ്ങോട്ടിടാം. അതുകൊണ്ട് ഈ കുഞ്ഞ് വാൻ കിടക്കുന്ന വാനല്ല,
ഈ ഒരു കുഞ്ഞ് എന്തുവാ പറയുന്നതിന് റേസിംഗ് കാർ പോലത്തെ എന്ത് സാധനം അത് കിടക്കുന്ന ഇങ്ങോട്ടിടും. പെർഫെക്റ്റ് ആയില്ല, ഇച്ചിരി കൂടെ. ഡോറടച്ചു. ഈ വണ്ടി ഭയങ്കര ഉഴപ്പാണ്. ഓക്കെ, വണ്ടി വിട്ട് ഓക്കെ പാർക്ക്. പക്ഷെ എന്താ ഭംഗിയെന്ന് നോക്കി നമ്മളെ വണ്ടി. ആ ഫ്രണ്ടിലത്തെ നിഞ്ച സ്റ്റിക്കർ നോക്കി, എന്താ രസം നിഞ്ച സ്റ്റിക്കറൊക്കെ കാണാം. ആ ഫോണ്ടൊക്കെ കൊള്ളാം അല്ലേ. ഓക്കെ, ഇവിടുന്ന് എടുക്കാം എന്തായാലും. ഇവിടുന്ന് എടുത്ത് നമ്മുടെ ഇങ്ങോട്ടൊരു സ്ഥലമുണ്ട്, അവിടോട്ട് കയറ്റിയിടാം. തിരിച്ച് അവിടെ ഗേറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഈ ബാക്ക് എടുത്ത് തരാം. ഇവിടെ കണ്ട് ഈ സ്ഥലത്ത് കൊണ്ട് ഇടാം. ഞാൻ തിരിക്കാൻ ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വർക്ക്. ഈ ടൊയോട്ട ക്യാമറയുടെ ഇപ്പുറത്തോട്ട് വർക്ക് ചെയ്യാം. ജസ്റ്റ് സിപ്പ് അടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും മറ്റേതും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇടാം. പിന്നെ നമ്മുടെ ഒത്തിരി വണ്ടികൾ ഇപ്പോൾ നമ്മുടെ കളക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിഫൻഡർ ആഡ് ചെയ്ത്, മസ്താങ് ഞങ്ങൾക്ക് പറഞ്ഞു, ബസ്സുണ്ട്, ലോറിയുണ്ട്. ഫോർച്യൂണർ മാത്രം കിട്ടിയില്ല. 40 പേരില്ലായിരുന്നു ഫോർച്യൂണർ കിട്ടാൻ. 39 ആയപ്പോഴത്തേക്ക് അടയാൻ കഴിഞ്ഞു. ഒരു ലെവലും കൂടി മതിയായിരുന്നു. എന്ത് മോശമായി പോയെന്നറിയാവോ. ഞാൻ എത്ര വിഷമിച്ചെന്നറിയാവോ. എത്ര ആഗ്രഹിച്ച് മേടിക്കാനായിട്ട് പോയ വണ്ടി അത്. അപ്പം നമ്മുടെ ഒരു മിനിറ്റ് ഇപ്പോൾ കുഴപ്പമില്ല പോട്ടെ. ഇത് ഞാൻ വിചാരിച്ചിടിച്ചെന്ന്. ഇനിയിപ്പത്തിരി പോട്ടെ, നേരെ വിടാം. അവിടെ ഈ ഫണ്ട് റോഡിൽ കൂടെ കയറ്റണോ വേണ്ടയോ? വേണ്ട, ഇങ്ങോട്ട് തിരിഞ്ഞങ്ങ് പോവാം. ഫണ്ട് റോഡിൽ കൂടെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഒരു ഫ്ലാറ്റില്ല, ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ എന്തോ ഒരു ഫ്ലാറ്റ് പോലത്തെ ഒരു സാധനം. അതുകൊണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന ഇങ്ങോട്ട് വണ്ടി പറിക്കുക. നിങ്ങൾ വണ്ടിയുടെ കളർ മാറ്റണമെങ്കിൽ എന്ന് പറയണേ കേസ്. ഈ ബ്ലാക്ക് തന്നെ മതിയോ, അത് ബോറടിക്കുന്നതെന്നൊക്കെ പറയണേ. ഇറക്കമുണ്ട്, ഞങ്ങൾ ആക്സിഡൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇറങ്ങി പോയി. ഓക്കെ അറിയാതെ തട്ടിപ്പോയത്, സോറി. ഓക്കെ, അപ്പം ഞാൻ ഇച്ചിരി തിരക്കിലായതുകൊണ്ട് സൗണ്ടിന് പ്രശ്നം വരും. പിന്നെ ഞാൻ ഇച്ചിരി പനിയും തൊണ്ടയടപ്പുമൊക്കെയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഈ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി സൗണ്ട് നോയ്സ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, നേരെയുണ്ട്. പറന്നു. ഓക്കെ ഗൈസ്, ഇനി എന്തെങ്കിലും സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് പറയണേ ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കിനി ലെഫ്റ്റ് എടുത്ത് പോവാം. ഫണ്ട് റോഡ് കയറണോ വേണ്ടയോ? ഇവിടെ ഒരു സ്ഥലമുണ്ട് ഗൈസ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വേണ്ട. പുല്ലാന്നേ എല്ലാവരും വിചാരിക്കുന്നത്, പക്ഷേ എൻ്റെ അകത്തോട്ട് കയറിയാലേ അറിയാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് യൂസ് ചെയ്ത് പിടിച്ച് ഹാൻഡ് ബ്രേക്ക് ഇട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ വണ്ടി താന്നു പോകുന്നു ഗൈസ്. പുല്ലിൻ്റെ ഇടയിൽ കൂടെ വണ്ടിക്ക് ഒരു സർവീസും കഴിയുന്നതാ വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ സീക്രട്ട് ബേസിലോട്ട് പോകാം ഗൈസ്. ഇത് നമ്മുടെ പുതിയ സീക്രട്ട് ബേസാണ്. ഇനി നമ്മളത് പറയാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തോടെ കയറി അങ്ങനെ ഗൈസ്. ഫുള്ള് ഇവിടെ ബമ്പർ, അതാണ് എനിക്കിഷ്ടം. സസ്പെൻഷൻ കൂടുതലായതുകൊണ്ട് ഇങ്ങനത്തെ ബമ്പൊക്കെ അറിയും കേട്ടോ. കണ്ടോ, ചില ബമ്പുകൾ അറിയത്തില്ല. ഇതും ചെറുതായിട്ടേ അറിഞ്ഞുള്ളൂ. ഈ ബമ്പൊന്നും കയറിയാൽ പോലും അറിയത്തില്ല. വീല് മാത്രമേ ഇത്ര ഇത് വരത്തേ ഉള്ളൂ. ഓഫ് സൈഡൊക്കെ വരാതെ ഇത് വളയ്ക്കാൻ ഭയങ്കര വീതി കൂടുതൽ ആയതുകൊണ്ട്
നോക്കണ്ട, ഇവിടുന്ന് ഒറ്റ വളയ്ക്കൊന്നും വളയത്തില്ല. നമ്മളെ കാറൊക്കെ ആണെങ്കിൽ ഒറ്റ വളയ്ക്ക് കളയും. കൊണ്ട് സൈഡ് കോരയും പതുക്കെ പതുക്കെ തട്ടി, ചെറുതായിട്ടൊന്ന് തട്ടി. ഓക്കെ പതുക്കെ കയറും. അത് കയറുമല്ലേ? അത് കയറി. കണ്ടോ, നമ്മളൊരു പബ്ലിക് റൂമിൽ കയറും കേസ് ഒരു മിനിറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈവല്ല നമ്മൾ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കേസ് നമ്മുടെ ഷോർട്സിനൊന്നും വ്യൂസ് കിട്ടുന്നില്ല കേസ്. നിങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലല്ലേ ഞങ്ങൾക്ക് ഇച്ചിരി സഹായമൊക്കെ ആകത്തുള്ളൂ. കണ്ട് ഇങ്ങോട്ട് പതുക്കെ കയറ്റി. നിങ്ങളപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും റെസ്റ്റ് ഇൻ പീസ്.